നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കൊടും ചൂടിലും ചോരാതെ തൃശൂരിൽ പൂരാവേശം. കൊട്ടിക്കേറിയ മേളങ്ങൾ ആസ്വദിക്കാനെത്തി ജനസഹസ്രം. നാടിനെ നടുക്കിയ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തി. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി. 1 മണിക്കൂർ ഉണ്ടായിരുന്ന കുടമാറ്റ ചടങ്ങുകൾ 15 മിനിറ്റിൽ പൂർത്തിയാക്കും. അപകട പരമ്പര. ദേശീയപാതയിൽ അകലാട് ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് വയനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. കുന്നംകുളത്ത് നിർത്തിയിട്ട പിക്കപ്പ് ജീപ്പിന് പിറകിൽ ടാങ്കർ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. അക്കിക്കാവിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ചാവക്കാട് കുടുംബത്തോടൊപ്പം കടൽ കാണാനെത്തിയ 3 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. കടിയേറ്റത് തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ അക്ഷരന്. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കഠിനമായ ചൂടിനെ അവഗണിച്ചും തേക്കിൻകാട് മൈതാനത്ത് പൂരാവേശം. തൃശൂർ പൂരത്തിലെ പ്രശസ്തമായ ഇലഞ്ഞിത്തറ മേളം വടക്കുന്നാഥ ക്ഷേത്രമുറ്റത്ത് കൊട്ടിക്കയറി. ഇലഞ്ഞിത്തറച്ചോട്ടിൽ പാറമേക്കാവ് വിഭാഗത്തിന്റെ പാണ്ടിമേളത്തിന് കിഴക്കൂട്ട് അനിയന്മാരാരാണ് പ്രാമാണ്യം വഹിക്കുന്നത്. ഇത് 3ാം തവണയാണ് അനിയന്മാരാർ ഇലഞ്ഞിത്തറ മേളത്തിന്റെ അമരക്കാരനാകുന്നത്. ഇലഞ്ഞിത്തറയിൽ പാറമേക്കാവിന്റെ പാണ്ടിമേളം മുറുകുമ്പോൾ പുറത്ത് ശ്രീമൂലസ്ഥാനത്ത് തിരുവമ്പാടി വിഭാഗത്തിന്റെ പാണ്ടിമേളവും നടക്കുന്നുണ്ട്. അല്പസമയത്തിനകം പ്രശസ്തമായ തെക്കോട്ടിറക്കം ആരംഭിക്കും. പാറമേക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് തെക്കിന്റെ തേവർ എന്നറിയപ്പെടുന്ന കൊമ്പൻ തൃക്കടവൂർ ശിവരാജുവാണ്. 16 വർഷത്തിന് ശേഷമാണ് ശിവരാജു പൂരനഗരിയിലെത്തുന്നത്. തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പേറ്റുന്നത് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ്. കോങ്ങാട് മധുവിന്റെ പ്രമാണ്യത്തിൽ നടന്ന മടത്തിൽ വരവ് പഞ്ചവാദ്യം നായ്ക്കനാലിൽ സമാപിച്ചു. തുടർന്ന് 15 ആനകളുടെ അകമ്പടിയോടെ തിരുവമ്പാടിയുടെ പാണ്ടിമേളം ആരംഭിച്ചു. പൂരപ്രേമികൾ ലോകമെമ്പാടും കാത്തിരിക്കുന്ന കുടമാറ്റം വൈകിട്ട് 5:30 വടക്കുംനാഥന്റെ തെക്കേ നടയിൽ നടക്കും. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. കുടമാറ്റ ചടങ്ങുകൾ 1 മണിക്കൂർ ഉണ്ടായിരുന്നത് 15 മിനിറ്റിൽ പൂർത്തിയാകും. പരമാവധി 15 സെറ്റ് കുടകൾ മാത്രമേ മാറുകയുള്ളൂ. കുന്നംകുളത്ത് നിർത്തിയിട്ട പിക്കപ്പ് ജീപ്പിന് പിറകിൽ ടാങ്കർ ലോറി ഇടിച്ച് അപകടം. ഡ്രൈവർക്ക് പരിക്കേറ്റു. ഇരിങ്ങപ്പുറം സ്വദേശി രായമരക്കാർ വീട്ടിൽ 18 വയസ്സുള്ള യാസീൻ നിസാമിനാണ് പരിക്കേറ്റത്. സംസ്ഥാന പാതയിൽ താഴത്തെ പെട്രോൾ പമ്പിന് സമീപം ഞായറാഴ്ച പുലർച്ചെ 2:15 അപകടം. കുന്നംകുളം ഭാഗത്തു നിന്നും പെരുമ്പിലാവ് ലക്ഷ്യമാക്കി പോവുകയായിരുന്ന പിക്കപ്പ് വാഹനം റോഡരികിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ഈ സമയം പിറകിലൂടെ വന്ന കുടിവെള്ള ടാങ്കർ ലോറി നിയന്ത്രണം വിട്ട് പിക്കപ്പിന് പിന്നിൽ ഇടിച്ചു കയറുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ടു നീങ്ങിയ പിക്കപ്പ് സമീപത്തെ പെട്രോൾ പമ്പിന്റെ മതിലിൽ ഇടിച്ചാണ് നിന്നത്. പരിക്കേറ്റ യാസീനെ ഉടൻ തന്നെ കുന്നംകുളം നന്മ ആംബുലൻസ് പ്രവർത്തകർ മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ 2 വാഹനങ്ങൾക്കും വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ചാവക്കാട് പൊന്നാനി ദേശീയപാതയിൽ അകലാട് കാതിരിയ പള്ളിക്ക് സമീപം ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് അപകടം. വയനാട് സ്വദേശിയായ യുവാവ് മരിച്ചു. വയനാട് കേണിച്ചിറ സ്വദേശി നീറം തറപ്പേൽ കരുണാകരൻ മകൻ 28 വയസ്സുള്ള അജയ് ആണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 3:45 അപകടം. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ അജയെ അകലാട് മൂന്നൈനി വി കെയർ ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് ബ്ലാങ്ങാട് ബീച്ചിൽ കുടുംബത്തോടൊപ്പം കടൽ കാണാനെത്തിയ 3 വയസ്സുകാരന് തെരുവുനായയുടെ കടിയേറ്റു. തമിഴ്നാട് ഈറോഡ് സ്വദേശി 3 വയസ്സുള്ള അക്ഷരനാണ് നായയുടെ കടിയേറ്റത്. ഇന്ന് രാവിലെ 9 സംഭവം. കുട്ടിയുടെ കാലിലാണ് നായയുടെ കടിയേറ്റത്. ഉടനെ തന്നെ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി.
അക്കിക്കാവിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം 3 പേർക്ക് പരിക്കേറ്റു. ഓട്ടോറിക്ഷയിലെ യാത്രക്കാരായ പോർക്കുളം സ്വദേശികളായ ചെറുവത്തൂർ വീട്ടിൽ 67 വയസ്സുള്ള ലില്ലി, 42 വയസ്സുള്ള ലിജി, സ്കൂട്ടർ യാത്രികൻ അക്കിക്കാവ് കോഴിത്തറമ്മൽ 67 വയസ്സുള്ള കൊച്ചുകുട്ടൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. അക്കിക്കാവ് ജംഗ്ഷനിൽ ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് അപകടം നടന്നത്. കുന്നംകുളം ഭാഗത്തു നിന്ന് പെരുമ്പിലാവിലേക്ക് വരികയായിരുന്ന ഓട്ടോറിക്ഷയിൽ പെരുമ്പിലാവ് ഭാഗത്തു നിന്നും വന്നിരുന്ന ബൈക്ക് തിരിക്കുന്നതിനിടയിൽ ഇടിക്കുകയായിരുന്നു. ബൈക്കിടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷ റോഡിൽ മറിഞ്ഞു. പരിക്കേറ്റവരെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പാവറട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിലെ തിരുനാൾ ആഘോഷം ഭക്തിനിർഭരം. ശനി ഞായർ ദിവസങ്ങളിലായാണ് തിരുനാളിന്റെ പ്രധാന ആഘോഷങ്ങൾ നടന്നത്. ശനിയാഴ്ച രാവിലെ 10-ന് ഫാദർ വിപിൻ വേരൻപിലാവിന്റെ കാർമ്മികത്വത്തിലുള്ള കുർബാനയ്ക്കു ശേഷം വിശുദ്ധന്റെ നേർച്ചയൂട്ട് വിതരണം ആരംഭിച്ചു. തീർത്ഥകേന്ദ്രം റെക്ടർ ഫാദർ ആന്റണി ചെമ്പകശ്ശേരി നേർച്ചയൂട്ട് ആശീർവദിച്ചതിനു ശേഷം രാവിലെ മുതൽ തുടങ്ങിയ നേർച്ചയൂട്ട് ഞായറാഴ്ച ഉച്ചവരെ ഇടതടവില്ലാതെ തുടർന്നു. അരി, അവിൽ, നേർച്ചയൂട്ട് എന്നിവ പാഴ്സലായും വിശ്വാസികൾക്ക് ലഭ്യമായിരുന്നു. ഇതിനായി ഊട്ടുശാലയ്ക്ക് സമീപം പ്രത്യേകം കൗണ്ടറുകൾ സജ്ജമാക്കിയിരുന്നു. ശതോത്തര സുവർണ ജൂബിലി പ്രമാണിച്ച് നവീകരിച്ച തീർത്ഥകേന്ദ്രം വൈകിട്ട് 5:30-ന് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ആശീർവദിച്ചു. തുടർന്ന് ബിഷപ്പിന്റെ കാർമ്മികത്വത്തിൽ സമൂഹ ബലിയർപ്പണം നടന്നു. ഇതിനുശേഷമാണ് തിരുനാളിന്റെ ഏറ്റവും പ്രധാന ചടങ്ങുകളിലൊന്നായ കൂടുതുറക്കൽ ശുശ്രൂഷ. വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ പുറത്തെ മുഖമണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് പ്രതിഷ്ഠിച്ച ശേഷം ദേവാലയത്തിനകത്ത് വിശുദ്ധന്റെ രൂപക്കൂട് തുറന്ന് നൊവേന ഇതോടെ തിരുനാൾ സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ 101 വാദ്യകലാകാരന്മാരെ അണിനിരത്തി തിരുനടയ്ക്കൽ മേളം അരങ്ങേറി. രാത്രി കുടുംബ കൂട്ടായ്മകളിൽ നിന്നുള്ള വളയെഴുന്നള്ളിപ്പുകൾ ദേവാലയത്തിലെത്തി സമാപിച്ചു. ഞായറാഴ്ച രാവിലെ 4:30, 5:30, 6:30, 7:30 എന്നീ സമയങ്ങളിൽ മലയാളത്തിലും 9-ന് ഇംഗ്ലീഷിലും ദിവ്യബലികൾ നടന്നു. 10 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കാർമ്മികനായി. വൈകിട്ട് 3-ന് തമിഴ് ഭാഷയിലുള്ള ബലിയർപ്പണത്തിന് ശേഷം 4-ന് നടന്ന കുർബാനയ്ക്ക് ശേഷം തിരുസ്വരൂപങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ഭക്തിനിർഭരമായ പ്രദക്ഷിണവുമുണ്ടായി. വിവിധ ക്ലബ്ബുകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ പ്രമുഖ ബാൻഡ്വാദ്യ സംഘങ്ങളുടെ അകമ്പടിയോടുകൂടി മെഗാ വളയെഴുന്നള്ളിപ്പുകൾ രാത്രി ദേവാലയത്തിലെത്തി സമാപിക്കും. തിരുനാൾ ആഘോഷത്തിന് വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി, സഹവികാരിമാരായ ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, ഫാദർ അമൽ ചാഴൂർ, കൈക്കാരന്മാരായ ഒ.ടി. ജോസഫ് ലിയോ, കെ.എ. ജോസൺ, ജെയ്സൺ വടക്കൂട്ട്, കെ.ജെ. ബാബു എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി. മെയ് 1 മുതൽ 4 വരെയുള്ള ദിവസങ്ങളിലാണ് തിരുനാൾ. പീച്ചി ലൂർദ്മാത പള്ളി വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര കൊടിയേറ്റ് നിർവഹിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര സഹകാർമ്മികനായി. തിരുനാളിനോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സപ്ലിമെന്റ് ജനറൽ കൺവീനർ ലോറൻസ് നീലങ്കാവിലിന് നൽകി പ്രകാശനം നിർവഹിച്ചു. മെയ് 1-ന് വൈകിട്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ദേവാലയ വൈദ്യുതി ദീപാലങ്കാരം സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കും. 2-ന് രാവിലെ പ്രസുതേന്തി വാഴ്ചയും തുടർന്ന് കുടുംബ കൂട്ടായ്മകളിലേക്ക് അമ്പ് വള ആശീർവദിച്ച് നൽകും. 3-ന് രാവിലെ 10-ന് ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ നിതിൻ താഴത്ത് മുഖ്യ കാർമ്മികനാകും. ഫാദർ ലിജോ ബ്രഹ്മകുളം CMI തിരുനാൾ സന്ദേശം നൽകും. വൈകുന്നേരം പ്രദക്ഷിണം നടക്കും. തുടർന്ന് നാടകവുമുണ്ടാകും. 4-ന് മരിച്ചവർക്കു വേണ്ടിയുള്ള കുർബാനയും വലിയ ഒപ്പീസും ഉണ്ടായിരിക്കും. വൈകുന്നേരം വിശ്വാസ പരിശീലന ദിനാഘോഷങ്ങളും നടക്കും. കൈക്കാരന്മാരായ ജോയ് ചെറുവത്തൂർ, ജോസഫ് വടക്കേത്തല, ജോഷി നീലങ്കാവിൽ, ജോയിന്റ് കൺവീനർമാരായ ജോർജ് പോൾ നീലങ്കാവിൽ, TK ജോഷി മോഹൻ, പ്രിൻസൺ തരകൻ എന്നിവർ നേതൃത്വം നൽകി. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം റെക്കോർഡ് കടന്ന സാഹചര്യത്തിൽ വൈകിട്ട് 6 മുതൽ രാത്രി 11 വരെ ഉപയോക്താക്കൾ സ്വയം നിയന്ത്രണം പാലിക്കണമെന്ന് KSEB അറിയിച്ചു. 18-ന് വൈദ്യുതി ഉപയോഗം സർവകാല റെക്കോർഡായ 117.16 ദശലക്ഷം യൂണിറ്റിൽ എത്തിയിരുന്നു. വൈകിട്ട് 6-നും 10-നും ഇടയിലെ വൈദ്യുതി ആവശ്യവും ചരിത്രത്തിൽ ആദ്യമായി 6033 മെഗാവാട്ടായി. പ്രതീക്ഷകൾക്കപ്പുറമുള്ള വർധന
വൈദ്യുതി പ്രസരണ വിതരണ ശൃംഖലയെ സമ്മർദ്ദത്തിലാക്കിയിട്ടുണ്ട്. ചില പ്രദേശങ്ങളിൽ വോൾട്ടേജ് കുറവാകുന്നുണ്ട്. ശൃംഖല പുനഃക്രമീകരണത്തിലൂടെ ഇത് കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ്. വൈകിട്ട് 6 മുതൽ 11 വരെ പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ സ്റ്റൗ, വാട്ടർ ഹീറ്റർ, ഇസ്തിരിപ്പെട്ടി, വാഷിംഗ് മെഷീൻ എന്നിവയുടെ ഉപയോഗം ഒഴിവാക്കുക. ഇലക്ട്രിക് വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നത് രാത്രി 11 ശേഷമാക്കുക. AC താപനില 24-26 ഡിഗ്രി സെൽഷ്യസിനിടയിൽ ക്രമീകരിക്കുക. അത്യാവശ്യമില്ലാത്ത ലൈറ്റുകളും ഫാനുകളും മറ്റുപകരണങ്ങളും ഓഫ് ചെയ്യുക എന്നിവയാണ് KSEB പൊതുജനങ്ങൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ. പാറേമ്പാടം സെന്റ് ആന്റണീസ് കത്തോലിക്ക ദേവാലയത്തിൽ വിശുദ്ധ അന്തോണീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേപിതാവിന്റെയും സംയുക്ത തിരുനാളിന് ഭക്തിനിർഭരമായ തുടക്കം. മെയ് 2, 3, 4 തീയതികളിലാണ് തിരുനാൾ ആഘോഷിക്കുന്നത്. 26-ാം തീയതി ഞായറാഴ്ച രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വികാരി ഫാദർ പോളറക്കൽ തിരുനാൾ കൊടിയേറ്റം നിർവഹിച്ചു. ഏപ്രിൽ 27 തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ ദിവസവും വൈകിട്ട് 6 മണിക്ക് ലതീഞ്ഞ്, നൊവേന, വിശുദ്ധ കുർബാന എന്നിവ ഉണ്ടാകും. പ്രധാന തിരുനാൾ ദിവസമായ മെയ് 3 ഞായറാഴ്ച രാവിലെ 10:30 ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് സാവിയോ ഹോം ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങാത്തേരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഫാദർ ജോൺസൺ പന്തപ്പള്ളി തിരുനാൾ സന്ദേശം നൽകും. വൈകിട്ട് 5 നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിന് ശേഷം 7 മണിക്ക് ഗാനമേളയും ഉണ്ടായിരിക്കും. മെയ് 4 തിങ്കളാഴ്ച രാവിലെ 6:30 ഇടവകയിലെ പരേതരായവർക്കായി വിശുദ്ധ കുർബാന അർപ്പിക്കും. തിരുനാൾ ആഘോഷങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി വികാരി ഫാദർ പോളറക്കൽ, കൺവീനർ ഷാജു മേഞ്ചേരി, കൈക്കാരന്മാരായ ജോസി മണലിൽ, ചാർലി മണ്ടുമ്പാൽ, ബാസ്റ്റ്യൻ മണലിൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയായി വരുന്നത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന് കീഴിലെ ചെറുതുരുത്തി സെന്റ് ജോർജ് കുരിശുപള്ളി പെരുന്നാളിന് വികാരി ഫാദർ ജോൺ ഐസക് കൊടിയേറ്റി. സഹവികാരി ഫാദർ ആന്റണി പൗലോസ് സഹകാർമ്മികത്വം വഹിച്ചു. മെയ് 2, 3 തീയതികളിലാണ് പെരുന്നാൾ. മെയ് 2 വൈകിട്ട് 7 സന്ധ്യാനമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച വിതരണം എന്നിവയുണ്ടാകും. മെയ് 3 വൈകിട്ട് 4:30 നമസ്കാരം, പ്രദക്ഷിണം, ആശീർവാദം, നേർച്ച സദ്യ എന്നിവയും നടക്കും. ആരോഗ്യ പ്രവർത്തകരുടെ സമയോചിത ഇടപെടലിൽ യുവതിക്ക് സുഖപ്രസവം. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ മൂലേപ്പാട് കീഴ്വീട്ടിൽ ബിനോജിന്റെ ഭാര്യ ദിവ്യയ്ക്കാണ് ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളും തുണയായത്. ബിനോജ് ജോലിസ്ഥലത്തായിരിക്കുമ്പോഴാണ് ദിവ്യയ്ക്ക് പ്രസവവേദന ആരംഭിച്ചത്. വിവരമറിഞ്ഞ ബിനോജ് ഉടൻ ആശാപ്രവർത്തകയായ സിന്ധു ഗോപാലിനെ ഫോണിൽ ബന്ധപ്പെട്ടു. തുടർന്ന് സ്ഥലത്തെത്തിയ സിന്ധു ജൂനിയർ പബ്ലിക് നഴ്സ് ടിൻഡു, സമീപത്തെ അംഗൻവാടിയിലെ ഹെൽപ്പർ ഷീല, മൂലേപ്പാട് വാർഡിലെ ആശാവർക്കർ MC സിന്ധു, വാർഡിലെ MLSP സവിത, വാർഡ് മെമ്പർ സ്വപ്ന പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വിജയ ഗോപി എന്നിവരുടെ സംയോജിത ഇടപെടലിലൂടെ ദിവ്യയെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഒളരി മദർ ആശുപത്രിയിലെ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലസീദയുടെ നേതൃത്വത്തിൽ പരിചരണം നടത്തി സാധാരണ പ്രസവത്തിലൂടെ തന്നെ കുഞ്ഞിനെ പുറത്തെടുത്തു. ശസ്ത്രക്രിയ വേണ്ടിവരുമെന്ന് പറഞ്ഞ യുവതിയുടെ 5ാമത്തെ പ്രസവമാണ് മറ്റ് സങ്കീർണതകളില്ലാതെ നടന്നത്. ആരോഗ്യ പ്രവർത്തകരുടെയും ജനപ്രതിനിധികളുടെയും അങ്കണവാടി ഹെൽപ്പറുടെയും കൂട്ടായ ഇടപെടലിനെ കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ അഭിനന്ദിച്ചു. ഇവരെ ആദരിക്കാൻ ചേർന്ന പ്രത്യേക യോഗം പ്രസിഡന്റ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ KM റസാഖ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ടീച്ചർ മുഖ്യാതിഥിയായിരുന്നു. വാർഡ് മെമ്പർ സ്വപ്ന പ്രിൻസ്, ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ സന്ധ്യ സജിത്ത്, ബ്ലോക്ക് മെമ്പർ വിജയ ഗോപി, പഞ്ചായത്ത് മെമ്പർമാരായ സ്വീറ്റി ഷാജു, PP അഖിൽ, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ നവ്യ, സിസ്റ്റർ ജെസി, ജോഡ്സി പോൾസൺ തുടങ്ങിയവർ സംസാരിച്ചു. പേരകം തേക്കിൻകാട് ഭഗവതി ക്ഷേത്രത്തിലെ തീർത്ഥക്കുളത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. നവീകരണത്തിന് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി തറക്കല്ലിടൽ ചടങ്ങ് തൊടുമഠത്തിൽ ഉപേന്ദ്രൻ എമ്പ്രാന്തിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. ഏകദേശം 75 ലക്ഷം രൂപയുടെ നവീകരണ ചിലവാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് ബേബി കരിപ്പോട്ട്, സെക്രട്ടറി ശശി ആനക്കോട്ടിൽ, ട്രഷറർ സുകുമാരൻ എരിഞ്ഞിയിൽ, സോമനാഥൻ കടേങ്കര, ജയപ്രകാശൻ കടേങ്കര, കോമരം സുബി, സിദ്ധാർത്ഥൻ പുന്നയിൽ, A. വേലായുധകുമാർ എന്നിവർ നേതൃത്വം നൽകി. അണ്ടത്തോട് പെരിയമ്പലം കാട്ടുപുറം സുബ്രഹ്മണ്യ ശാസ്താ ക്ഷേത്രത്തിലെ നവീകരണ കലശത്തിന്റെ ഭാഗമായി ആധ്യാത്മിക സദസ്സ് നടത്തി. ശബരിമല മാളികപ്പുറം മുൻമേൽശാന്തി ഡോക്ടർ മനോജ് എമ്പ്രാന്തിരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേത്രം പ്രസിഡന്റ് ചന്ദ്രൻ തട്ടകത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആത്മീയ പ്രഭാഷകൻ PM വ്യാസൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്ര നവീകരണത്തിന് മുഖ്യ പങ്കുവഹിച്ചിരുന്ന
1.5 മാസം മുമ്പ് മരണപ്പെട്ട ചന്ദ്രശേഖരന്റെ ഫോട്ടോ അനാച്ഛാദനം ഗുരുവായൂർ മഞ്ചരിസ് ചെയർപേഴ്സൺ അമ്പിളി സോമൻ നിർവഹിച്ചു. പണ്ടുകാലത്ത് ശ്രീലങ്കയിൽ നിന്നെത്തി പെരിയമ്പലത്ത് ക്ഷേത്രം സ്ഥാപിച്ച ഗോവിന്ദസ്വാമികളുടെ കുടുംബ പ്രതിനിധികളെയും പ്രദേശത്തെ വിവിധ കുടുംബക്ഷേത്രങ്ങളിലെ പ്രതിനിധികളെയും അഖില ഭാരത അയ്യപ്പ സേവാ സംഘം ജില്ലാ പ്രസിഡന്റ് കണ്ണൻ പന്താവൂർ, സെക്രട്ടറി പ്രകാശൻ തവനൂർ തുടങ്ങിയവരെയും ചടങ്ങിൽ ആദരിച്ചു. സെക്രട്ടറി സന്തോഷ് ആലിപ്പുരയ്ക്കൽ സ്വാഗതവും ട്രഷറർ സുമേഷ് കൊട്ടാവളപ്പിൽ നന്ദിയും പറഞ്ഞു. തുടർന്ന് ആചാര്യവരണത്തോടുകൂടി നവീകരണ കലശ പരിപാടികൾ ആരംഭിച്ചു. മെയ് 1 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടിയാണ് നവീകരണ കലശം നടത്തുന്നത്. തുടർന്നുള്ള ദിവസങ്ങളിൽ ഗുരുവായൂർ മഞ്ചരിസ് ചെയർപേഴ്സൺ അമ്പിളി സോമന്റെ നേതൃത്വത്തിൽ സ്കന്ദ പുരാണ പാരായണവും ലളിതാ സഹസ്രനാമ സമൂഹാർച്ചനയും പ്രാദേശിക സംഘടനകളുടെ നൃത്തസന്ധ്യയും അന്നദാനവും ഉണ്ടായിരിക്കും. 27 വൈകിട്ട് 3 മണിക്ക് ശ്രീപുരം താന്ത്രിക ഗവേഷണ കേന്ദ്രം ഇരിങ്ങാലക്കുട ചെയർമാൻ എൽ ഗിരീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ആധ്യാത്മിക പ്രഭാഷണമുണ്ടാകും. മെയ് 1 മേടമാസം 18 വെള്ളിയാഴ്ച രാവിലെ 10:11 മുതൽ 11:16 വരെയുള്ള മുഹൂർത്തത്തിൽ മിഥുനം രാശിയിൽ പ്രതിഷ്ഠ നടത്തും. പൂജകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടി ദിവാകരൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രമേൽശാന്തി താമരത്ത് ശിവദാസനും നേതൃത്വം നൽകും. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളും മാതൃസമിതി അംഗങ്ങളും നേതൃത്വം നൽകി. തന്ത്രിയെക്കാളും തന്ത്രി ഒരു പക്ഷേ പ്രതിഷ്ഠ കഴിച്ചാൽ തന്ത്രി പോവും. പിന്നെ അടുത്ത വർഷം ഒരു പ്രതിഷ്ഠാദിനത്തിനേ വരുള്ളൂ. നിങ്ങളൊരു ദിവസം മുട്ടിശാന്തിക്ക് ആളില്ല എന്ന് പറഞ്ഞാൽ തന്ത്രി അടുത്ത് പോയാൽ തന്ത്രി ചിലപ്പോൾ തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ ചുറ്റുപാട് എത്തിയിട്ടുണ്ട്. വളരെ ഖേദകരമാണ്. കാരണം ഒരു പ്രതിഷ്ഠ കഴിച്ചാൽ ആ ക്ഷേത്രത്തിൽ ഒരു പൂജയ്ക്ക് മുടക്കം വന്നാൽ ആ തന്ത്രിക്ക് ഉത്തരവാദിത്വമുണ്ട് അവിടുത്തെ പൂജ മുടങ്ങാതെ നിർവഹിക്കാൻ. തന്റെ ശിഷ്യന്മാരിൽ ഒരാളെ ആ തന്ത്രി ആ ക്ഷേത്രത്തിന് വിട്ടുകൊടുക്കണം ആ നിശ്ചിത ദിവസങ്ങൾക്ക്. CMA പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച പഴഞ്ഞി ജെറുസലേം റീന വർഗീസ് ദമ്പതികളുടെ മക്കളായ സ്വീറ്റി പ്രറ്റി എന്നിവരെ അരുവായി വാർഡ് കോൺഗ്രസ് കമ്മിറ്റി ഉപഹാരം നൽകി അനുമോദിച്ചു. കാട്ടകമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയുമായ K ജയശങ്കർ ഉപഹാരം സമ്മാനിച്ചു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സുനിൽ അരുവായി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ M ഉദയശങ്കർ, MM വിൽസൺ, സുബ്രഹ്മണ്യൻ അരുവായി, ബാബു അരുവായി, MN മുരളി എന്നിവർ പങ്കെടുത്തു. CMA കോഴ്സിനൊപ്പം BCom ബിരുദവും ഒരുമിച്ച് നേടിയ മികവ് കൂടിയുണ്ട് ഈ ഇരട്ട സഹോദരങ്ങൾക്ക്. സ്പോർട്സാണ് ലഹരി എന്ന മുദ്രാവാക്യമുയർത്തി ഒരുമനയൂർ പ്രീമിയർ ലീഗിന്റെ 16ാമത് സീസണിന് മാങ്ങോട്ട് ഗ്രൗണ്ടിൽ തുടക്കമായി. അബു 11, വാരിയേഴ്സ് 11, ഷിഫ 11, ആർമി 11 എന്നീ 4 ടീമുകളാണ് ഒരുമനയൂർ പ്രീമിയർ ലീഗ് ട്രോഫിക്കായി മാറ്റുരയ്ക്കുന്നത്. ഒരുമനയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PM താഹിർ ഉദ്ഘാടനം ചെയ്തു. OPL ചെയർമാൻ മുത്തു ഒരുമനയൂർ അധ്യക്ഷനായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നഷ്റ മുഹമ്മദ് മുഖ്യാതിഥിയായി. RK ഷെജിൽ, അനസ്, സുബിജിത്ത്, ഇസ്കന്ദർ, വിജീഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ സൈഫുദ്ദീൻ സ്വാഗതവും ഹനീഫ നന്ദിയും പറഞ്ഞു. ചരമം ചാലിശ്ശേരി മണവങ്ങാട്ട് പരേതരായ കുഞ്ചുപതിയാരുടെയും അമ്മാളുകുട്ടിയമ്മയുടെയും മകൾ ചന്ദ്രമതി നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിലെ റിട്ടയർഡ് നഴ്സിംഗ് സൂപ്രണ്ടായിരുന്ന ചന്ദ്രമതി അവിവാഹിതയാണ്. മരത്തങ്കോട് മുസ്ലിം പള്ളിക്ക് മുൻവശം താമസിക്കുന്ന പുലിക്കോട്ടിൽ ജോബി ഭാര്യ ജോളി നിര്യാതയായി. 55 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10:30 കാട്ടകമ്പാൽ സെന്റ് ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. കാട്ടകമ്പാൽ പടിഞ്ഞാറ്റുമുറി പതിയാന ബാലഭാസ്കരൻ നിര്യാതനായി. 83 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ ദേവകി ഭാര്യയും ശ്രീനിവാസൻ, ശ്രീലത, ശ്രീവിദ്യ എന്നിവർ മക്കളുമാണ്. കുന്നംകുളം തെക്കേ അങ്ങാടി ചെമ്മണ്ണൂർ പരേതനായ വർഗീസ് ഭാര്യ അമ്മിണി നിര്യാതയായി. 77 വയസ്സായിരുന്നു. ചെറമനങ്ങാട് MGM LP സ്കൂൾ റിട്ടയർഡ് അധ്യാപികയാണ് പരേത. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ പള്ളി സെമിത്തേരിയിൽ നടത്തും. അനി, അനൂപ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുംചൂടിലും ചോരാതെ തൃശൂരിൽ പൂരാവേശം. പൊട്ടിക്കയറിയ മേളങ്ങൾ ആസ്വദിക്കാനെത്തി ജനസഹസ്രം. നാടിനെ നടുക്കിയ വെടിക്കെട്ട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങൾ പരിമിതപ്പെടുത്തി. വെടിക്കെട്ട് പൂർണ്ണമായും ഒഴിവാക്കി. 1 മണിക്കൂറുണ്ടായിരുന്ന കുടമാറ്റ ചടങ്ങുകൾ 15 മിനിറ്റിൽ പൂർത്തിയാക്കും. അപകട പരമ്പര. ദേശീയപാതയിൽ അകലാട് ലോറിക്ക് പിറകിൽ ബൈക്കിടിച്ച് വയനാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം.
കുന്നംകുളത്ത് നിർത്തിയിട്ട പിക്കപ്പ് ജീപ്പിന് പിറകിൽ ടാങ്കർ ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്ക് പരിക്കേറ്റു. അക്കിക്കാവിൽ ഓട്ടോറിക്ഷയും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 3 പേർക്ക് പരിക്ക്. ചാവക്കാട് കുടുംബത്തോടൊപ്പം കടൽ കാണാനെത്തിയ 3 വയസ്സുകാരനെ തെരുവുനായ ആക്രമിച്ചു. കടിയേറ്റത് തമിഴ്നാട് ഈറോഡ് സ്വദേശിയായ അക്ഷരന്. കുട്ടിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.